അച്ചമ്മക്ക പോണോ അല്ലെങ്കിൽ കടലുമ്പത്ത് പോണോ? അച്ചമ്മക്ക് പോണ്ടേ? ഹലോ, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊരു കല്യാണമുണ്ട്. ഇപ്പോൾ ഓഡിറ്റോറിയത്തിലാണ്, CR ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ നമ്മൾ ഏച്ചൂരാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോക്കാണ്. അപ്പോൾ പെങ്ങളും അളിയനെല്ലാം വരുന്നുണ്ട്. അവർ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുടിക്കുമ്പോട്ടേക്ക്. അപ്പോൾ നമ്മളങ്ങോട്ട് പോക്കാണ്. ആദ്യം തക്കു അച്ചമ്മയോടൊക്കെ പോയിട്ട് പോകാമെന്ന് പറഞ്ഞാണ്. പക്ഷേ തക്കു എണീക്കാൻ ലേറ്റായി, നമ്മളും ആകാൻ വേണ്ടി ലേറ്റായി. അതുകൊണ്ട് ഇനിയിപ്പോൾ അച്ചമ്മയുടെ വീട്ടിൽ ഇപ്പം പോകാൻ സമയമില്ല. നമ്മൾ നേരെ കല്യാണത്തിനൊക്കെ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പുറകൂരുള്ള വയലാണ്. വയൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ പുറകൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം കണ്ടു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റാണ് ഇനി കുടിക്കോട്ടേക്ക് ഉള്ളത്. കുടിക്കോട്ടേക്ക് അളിയനും പെങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുടിക്കോട്ടേക്ക് എത്തി. അളിയനും പെങ്ങളും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ സമയമായി അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ കാറിൽ കയറി. അളിയനിതാണ്, പെങ്ങൾ മുൻ സൈഡിൽ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ CR ഓഡിറ്റോറിയത്തിലേക്ക് പോക്കാണ്. ആപ്പം തക്കുവിന് ചോക്ലേറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. വന്നപാടെ നിലൂസ് അത് വാങ്ങി വെച്ചു. ഇനിയിപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ തിന്നോന്നറിയില്ല. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം, കാഞ്ഞിരോട് വ്യൂവേഴ്സ്. ഏതാ, നിങ്ങൾ എപ്പോൾ വരുന്നുണ്ടെങ്കിൽ അവിടെ കയറണം. ഇതാ നമ്മളപ്പോൾ ഏച്ചൂരെത്താനായി. ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഏച്ചൂർ ടൗണിലെത്തി. കുറച്ച് മുന്നോട്ട് പോയ CR ഓഡിറ്റോറിയമായി. ഇത് റൈറ്റ് സൈഡിലേക്ക് CR ഓഡിറ്റോറിയം. CR ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാറ് അങ്ങോട്ടേക്ക് കയറ്റുകയാണ്. അപ്പോൾ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതാണ് CR ഓഡിറ്റോറിയം. വലിയ ഓഡിറ്റോറിയമാണ്, വലിയ പരിപാടി നടത്താൻ പറ്റും. ഇതെല്ലാവരും നടന്ന് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇത് അളിയൻ, പെങ്ങൾ, നിങ്ങളിതിന് മുന്നേ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം. എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് കയറി. മുന്നിൽ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്, അവർ കല്യാണ ചക്കനെല്ലാം വന്ന വണ്ടി. അപ്പോൾ നല്ല പൂവൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി പൂവാണ് അതിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. പിന്നെ കയറുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള കളറുള്ള വെള്ളമൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ശ്രീയും അളിയനും പെങ്ങളും ഒക്കെ കുടിച്ചു. ഞാനും കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. നാട്ടിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ നിതില, രജത്, അവർ രണ്ടാളെയാണ് കല്യാണം. നിതിലയാണ് നമ്മുടെ ഫ്രണ്ട്. ഓക്കെ, നിതില നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, പടന്നോട്ട് തന്നെയാണ് വീട്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തെത്തി. 1-ാം നിലയിലാണ് ഓഡിറ്റോറിയം ഉള്ളത്. ഓഡിറ്റോറിയം മുഴുവനായിട്ട് ആളുകളായിട്ട് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്താൻ വേണ്ടി കുറച്ച് ലേറ്റായി പോയി. അതാണിങ്ങനെ മുന്നിൽ സീറ്റ് കിട്ടിയില്ല. നമ്മൾ പുറകിൽ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ നിലൂസ് ആദ്യം തന്നെ ഒറ്റയ്ക്ക് സീറ്റിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അളിയൻ, പെങ്ങൾ, ഞാൻ എല്ലാവരും ഒരു ലൈനിൽ തന്നെ ഇങ്ങനെ ഇരുന്നു. സീറ്റ് ഉണ്ടായിരുന്നു, ബാക്കിൽ സീറ്റ് ഇഷ്ടംപോലെ ഒഴിവുണ്ടായിരുന്നു. അത് നിതില പെണ്ണിനെ കല്യാണ മണ്ഡപത്തിലേക്ക് ആനയിച്ച് വരുന്നൊരു ചടങ്ങുണ്ട്. അങ്ങനെ ആനയിച്ച് കൊണ്ടുവരുന്നതാണ്. സാധാരണ മണ്ഡപത്തിൻ്റെ അവിടെ തന്നെ കയറുന്ന, ഇത് മണ്ഡപത്തിൻ്റെ ബാക്കിലൂടെ ഓരോ കുറച്ച് ആൾക്കാർ, കുടുംബക്കാരോ ഒക്കെ മുന്നിൽ പോയി. പിന്നെ കല്യാണ പെണ്ണിൻ്റെ ഏട്ടനും കസിനും കൂടി ഇങ്ങനെ ഇതിൽ ഇങ്ങനെ കൂട്ടി കൊണ്ടുപോവാണ് മണ്ഡപത്തിലേക്ക്. അങ്ങനെ മണ്ഡപത്തിൽ അവരെത്തി. കല്യാണ ചെക്കനും പെണ്ണും രണ്ടാളും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിരൂസിന് ആകെ ദേഷ്യം പിടിച്ചിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി കളിക്കുമായിരുന്നു. അതിനിടയ്ക്ക് വല്ലാണ്ട് വിശപ്പുണ്ട് നിരൂസിന്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് മുട്ടായിയെല്ലാം തിന്നുന്നുണ്ട്. അപ്പം വന്നപ്പാട് മുട്ടായി കൊടുത്തിന്. അപ്പോൾ അത് തിന്നാൻ വേണ്ടി നേരത്തെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പാട് തന്നെ അത് അമ്മ പൊളിച്ച് കൊടുത്ത് ഇപ്പോൾ അത് തിന്നുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി പിന്നെ ചോറൊന്നും തിന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാ തക്കോസ് കല്യാണമൊക്കെ ഇങ്ങനെ കണ്ടിരിക്കലാണ്. കല്യാണത്തിൻ്റെ ചെക്കനെയും പെണ്ണിനെയും ഒക്കെ തക്കൂസ് ഇങ്ങനെ നോക്കിയിരിക്കലാണ്. അങ്ങനെ തക്കൂസും അച്ഛനും കൂടി സെൽഫിയെല്ലാം എടുത്തിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ വാച്ച് വരേണ്ട തിരക്കിലാണ് തക്കു. അങ്ങനെ വാച്ച് ഇത് ഇപ്പം തക്കു ചെയ്യുന്ന പണി നോക്കിയപ്പോൾ പൊട്ടിച്ച് തക്കു. അപ്പോൾ ഇത് തക്കൂസ് ചെയ്യുന്ന പണി നോക്കും. തക്കൂസ് ഇതാ വാച്ചിൻ്റെ ഇതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. തക്കൂസ് ഇതങ്ങനെ എൻ്റെ അടുക്ക് നിന്ന് ഇറങ്ങിയിട്ട് അൻഷാകാപ്പൻ്റെ മടിയിലെല്ലാം പോയിരിക്കുന്നു. നോക്കുന്ന വേണ്ടയും തിരിയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി ഇരുന്ന് അവിടെ ഭയങ്കര തിരക്കിന് ഒരുപാട് സമയം നിന്നിട്ട് നമുക്കൊന്ന് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞാൽ തക്കൂസിന് ആകെ മൊത്തം ദേഷ്യം പിടിച്ചു.
തക്കൂസ് നല്ലോണം ദാഹിച്ചത് വെള്ളത്തിനൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് അവിടെ നിന്ന് കരഞ്ഞ് ഒച്ചയാക്കിയിട്ട് അങ്ങനെ തിക്കിലും തിരക്കിലും കയറി ഞങ്ങൾ നുഴഞ്ഞിട്ടാണ് ഫോട്ടോസ് എടുക്കാൻ കയറിയത്. എന്താ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിത്യ കല്യാണ പെണ്ണിനെ കെട്ടിപ്പിടിച്ചിട്ട് ഹാപ്പി മാരീഡ് ലൈഫൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ എന്താ എങ്ങനെയൊക്കെയോ ഇതിൻ്റെ ഉള്ളിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി. തക്കൂസിന് കുറേ അതിനിടയിൽ മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പോയിട്ട് അയച്ചിട്ട് രാവിലെ തൊട്ട് ഒന്നും കഴിക്കാണ് തക്കൂസ് വന്നത്. പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് ഇലയിൽ. അങ്ങനെ ഞങ്ങളിതാ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കലാണ്. അങ്ങനെ ഇത് നമ്മൾ ഫുഡിന് വേണ്ടി കാത്തിരിക്കലാണ്. നല്ല പോലെ വിശക്കുന്നുണ്ട്. രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ട് നല്ല പോലെ വിശക്കുന്നുണ്ട്. തക്കൂസ് ഇതാ ഓരോന്നൊക്കെ മാന്തിയിട്ട് പിച്ചിട്ടൊക്കെ എടുത്ത് വായിലിടുന്നുണ്ട്. ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവളൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. വെച്ചാൽ അവൾക്ക് ആകെ മൊത്തം ദേഷ്യം പിടിച്ചിട്ട് അവളെ രാവിലെ തൊട്ടിട്ട് വന്നിട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇത് മുന്തിരിങ്ങയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്, ബാക്കിയൊന്നും വലിങ്ങനെ തൊട്ട് നോക്കിയെന്നല്ലാണ്ട് വലിങ്ങനെ ഇഷ്ടമായിട്ടൊന്നുമില്ല തോന്നും മൂപ്പർക്ക്. അങ്ങനെ ചോറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എന്താ ചോറൊക്കെ എന്താ പറയുക കണ്ടിട്ട് 2 വായിക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തക്കൂസ് ഇതാ ഇപ്പോൾ കാറിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ആപ്പൻ്റെ കാറിലേക്ക് നീങ്ങി ഡ്രൈവിങ് സീറ്റിൽ തക്കുത ഭയങ്കരമായിട്ട് ഡ്രൈവിങ് ഒക്കെ ചെയ്യുകയാണ്. തക്കുവിന് പിന്നെ കാറിലിരുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ആകെ മൊത്തം. അങ്ങനെ ഇതാ നമ്മൾ ഫോണൊക്കെ നോക്കേണ്ട തിരക്കിലാണ്. നിത്യ ഹായ് പറയുന്നത്, ഞാനും ഹായ് പറയുന്നുണ്ട്. അങ്ങനെ ഇത് ഞങ്ങൾ നല്ല കോമഡിയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. പിന്നെ ഇത് അച്ഛൻ മോളെയും കൊണ്ട് ബേക്കറി കയറുന്നുണ്ട്. അച്ചാച്ചൻ്റെ കൈയും പിടിച്ചിട്ട് ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ വാങ്ങാൻ വേണ്ടി കയറലാന്ന്. പിന്നെ ഇതാ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ കീയുമ്പോൾ തന്നെ അച്ഛമ്മേനെ കണ്ടിട്ടുള്ള അച്ഛമ്മേൻ്റെ ഇടയ്ക്ക് ഓടിയിട്ട് പോയി ചാടി കയറിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, കല്യാണ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അച്ചാച്ചമ്മ തന്ന മുട്ടയൊക്കെ അച്ഛമ്മക്ക് കാണിച്ചു കൊടുത്ത്. പക്ഷെ മുട്ടയൊന്നും അവൾ തുറന്നിട്ടില്ല. വീട്ടിലെത്തിയിട്ട് ഞാൻ തുറക്കുമെന്ന് പറഞ്ഞാൽ ആരും വെച്ചിട്ടുള്ള മുട്ടയൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഇതാ ഞങ്ങളെ വീട്ടിലേക്ക് കയറലാണ്. ഇത് ഏട്ടൻ്റെ തറവാട് വീടാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 1-2 ആഴ്ചയൊക്കെ ആയി. ഇപ്പോൾ ഞങ്ങൾ കല്യാണം ഉണ്ടായത് കൊണ്ട് പിന്നെ ഇവിടേക്ക് വന്നതാണ്. ഇടയ്ക്ക് വരുത്തുണ്ട്, ഇപ്പോൾ കുറച്ചായി വന്നിട്ട്. അങ്ങനെ ഇതാ ആകെ മൊത്തം ക്ഷീണിച്ചിട്ട് നമ്മളിതാ വീട്ടിലേക്ക് കയറണം. ഇതിപ്പോൾ ഞാൻ വെറുതെ കണ്ടതിൻ്റെ ഒരു രസത്തിലെടുത്തതാണ്. അവിടെ അമ്മ അതൊക്കെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ഗോതമ്പൊക്കെ. പിന്നെ അവിടെ ഒരുപാട് ചെടികളൊക്കെ അമ്മ നട്ട് വളർത്താറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഞാൻ ക്യാമറയിൽ പകർത്തിയത്. ഇതിപ്പോൾ ഞങ്ങളുടെ പഴയ കല്യാണത്തിന് ശേഷം കല്യാണത്തിൻ്റെ ഇത് എന്താ പറയുക മുമ്പേ എടുത്ത ഫോട്ടോ ആണ്. നമ്മൾ സേവ് ദ ഡേറ്റിനൊക്കെ എടുത്ത ഫോട്ടോ ആണ്. അതാണ് നമ്മളെ റൂം. ഇത് ഞങ്ങളുടെ റൂമായിരുന്നു. ഇത് നിത്യ വരച്ച പിക്കാട്ടോ. ഇത് പിന്നെ അവൾ നന്നായിട്ട് പിക്കൊക്കെ വരക്കും. അപ്പോൾ അവൾ വരച്ച് വയ്ക്കുക. പണ്ട് തക്കു പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം. തക്കുവിന് ജനിച്ച കുറച്ച് സമയം ചിരിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് അതൊക്കെ കണ്ട് ചിരിക്കലുണ്ടായിരുന്നു. കിളീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് പിന്നെ അവരുടെ റിങ് എക്സ്ചേഞ്ചിൻ്റെ സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. അപ്പം ഞാൻ അതൊക്കെ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ പകർത്തിയിട്ട് നിങ്ങൾക്കൊക്കെ കാണിച്ചിട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പകർത്തിയത്. അപ്പോൾ ഇതും ആ സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. പിന്നെ അങ്ങനെ ഇതാ ഇത് നിധിയേട്ടൻ്റെ പഴയ പിക്കാട്ടോ. ഞാൻ പിന്നെ അത് വെറുതെ നിധിയേട്ടന് ഇഷ്ടമാവുന്നൊന്നും അറിയില്ല. അപ്പം നിധിയേട്ടൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടേനു. ഇത് നമ്മളെ സ്വാമിത്തട്ടാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്വാമിത്തട്ടിൻ്റെ പിക്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിതൊന്ന് ജസ്റ്റ് വീഡിയോയിൽ പകർത്തിയെന്നേ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങൾ ഓരോരാളും ഇങ്ങനെ അച്ഛൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറിക്കും പിന്നെ അതുപോലെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ്. ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതിൽ തക്കൂസിൻ്റെ ചെറിയ സമയത്തുള്ള ഫോട്ടോസൊക്കെയാണ്. ഇതിപ്പോൾ അച്ഛൻ്റെ ഇവിടുന്ന് വാങ്ങിച്ച ബേക്കറിയാണ്. പിന്നെ അവിടെ അതിൽ നബാട്ടിയൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അതൊക്കെ തക്കുവിന് വേണ്ടി അച്ഛൻ വാങ്ങിച്ചതാണ്. അതിന് പുറമെ അച്ഛൻ 2 മുട്ടായൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. തക്കു വീട്ടിലെത്തിയപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അമ്മ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചതാണ്. ഞാൻ കണ്ടിട്ട് അത് ഒരു രസം തോന്നിയിട്ട് എടുത്തതാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ വെറുതെ ഒരു കലാവിരുദ്ധകളാണ് കേട്ടോ. ഞാൻ പിന്നെ എന്താ പറയുക വെറുതെ പുറത്തൊക്കെ ഇറങ്ങിയ സമയത്ത് വെറുതെ ഒന്ന് അതിൻ്റെ ചുറ്റമൊക്കെ പിടിച്ചതേ ഉള്ളൂ. നല്ല രസമാണ് അവിടുത്തെ ആംബിയൻസ് കാണാൻ വേണ്ടി. കാരണം നല്ല ഒരുപാട് ചെടികളും എന്താ പറയുക നല്ല ഇപ്പോൾ ഇവിടെ ഒരുപാട് വാഴയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക പുറത്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഫുള്ള് നല്ല ചെടികളും പിന്നെ അതേപോലെ മരങ്ങളും പിന്നെ എല്ലാം ഫുൾ പച്ചപ്പാണ് ഇവിടെയൊക്കെ. അപ്പം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്.
അപ്പം ഞാനതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ എടുത്തതേ ഉള്ളൂ. ഇതൊക്കെയാണ് ചുറ്റുപാടെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ വല്യമ്മ മിറ്റൊക്കെ അടിച്ചു. എക്സ്പ്രഷൻ്റെ ആളാണ്, എക്സ്പ്രഷൻ ഒക്കെ ഇങ്ങനെ വേണ്ടാണ്ട് കരഞ്ഞോണ്ടിരിക്കലാന്നേ. പിന്നെ അപ്പോൾ നമ്മള് വീട്ടിൽ തിരിച്ചു വന്ന് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്ര സമയം പങ്കുവെച്ചത്. അപ്പോൾ അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് പിന്നെ നമ്മൾ ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ദിവസം നല്ല ഉറപ്പുമായിരുന്നു. വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ തക്കുനെയും കൂടെ തക്കുഞ്ഞ് ഞെട്ടിയാൽ പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. ഉറക്കൊക്കെ വരുന്നുണ്ട്. ഇന്ന് ഫുൾ ക്ഷീണമായിരുന്നു. രാവിലെ ഓട്ടായിരുന്നു, കല്യാണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഉറങ്ങിയിട്ടില്ല. എല്ലാവരും കണ്ട ഇതില് ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ തിരിച്ചു വന്ന് അപ്പോൾ എടുക്കാനും പറ്റിയിട്ടുണ്ടായിട്ടില്ല വീഡിയോസ്. അപ്പൊ തക്കു നമുക്കെല്ലാവരും ടാറ്റ പറയാ. ടാറ്റ ഗുഡ് നൈറ്റ് പറഞ്ഞാക്കൂ. ഗുഡ് നൈറ്റ്. ഫ്ലൈങ് കിസ് എടുത്തേ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.